ഈ അറിയപ്പെടാത്ത വിശുദ്ധരാരാണ്? അങ്ങനത്തെ വിശുദ്ധരുണ്ടോ? അവരെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുക? അവരോട് എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുക? ഏത് മേഖലകൾക്ക് വേണ്ടി അവരോട് പ്രാർത്ഥിക്കാൻ പറ്റുക? അവരെവിടേക്കാണ് ഉള്ളത്? ഏത് മേഖലകളിൽ അവരുടെ സഹായം കിട്ടും? തീർച്ചയായിട്ടും നമ്മൾ വളരെ അജ്ഞതയുള്ള, അതാണ് നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണത്. നമുക്ക് എല്ലാവർക്കും വളരെ അജ്ഞതയാണ് ഈ കാര്യത്തെക്കുറിച്ച്. എന്നാൽ എൻ്റെ അനുഭവത്തിലും ജീവിതാനുഭവത്തിലും പ്രാർത്ഥനാനുഭവത്തിലും സഭയെക്കുറിച്ചും സഭയുടെ പ്രബോധനങ്ങൾ പഠിച്ചതിൽ നിന്നും ദൈവശാസ്ത്രം പഠിച്ചതിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും കർത്താവ് വെളിപ്പെടുത്തിയ ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ മേഖലയിൽ വലിയ വെളിച്ചം എനിക്ക് നൽകി, വലിയ ബോധ്യം നൽകി. അതിൻ്റെ ഒരു വലിയൊരു റിസൾട്ടാണ്, അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, അറിയപ്പെടാത്ത വിശുദ്ധർ ആരാണ്? ആദ്യം തന്നെ അതിലേക്ക് പറയാം. നമ്മുടെ സഭയിൽ കൃത്യമായ ഡേറ്റ് വെച്ചുകൊണ്ട് തിരുനാൾ ആചരിക്കപ്പെടാത്ത, കൃത്യമായ പേരെടുത്ത് വിളിക്കപ്പെടാത്ത വിശുദ്ധരെയാണ് നമ്മൾ അറിയപ്പെടാത്ത വിശുദ്ധരെന്ന് പറയുന്നത്. അങ്ങനത്തെ വിശുദ്ധരുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. നവംബർ മാസത്തിലെ 1-ാം തീയതി സഭ സകല വിശുദ്ധരുടെ തിരുനാൾ എന്ന് പറയുമ്പോൾ കൃത്യമായി എടുത്തു പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് അറിയപ്പെടുന്നതും